ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹാദസ് കിച്ചണിലേക്ക് സ്വാഗതം. കുറേ കറിവേപ്പില കിട്ടിയിട്ടോ. ഒരു പൂ ചോദിച്ചപ്പോൾ ഒരു പൂക്കാലം എന്ന് പറഞ്ഞതുപോലെ എൻ്റെ ഇത്ത കൊടുത്തു വിട്ടതാണ് ഈ നാട്ടിൽ നിന്ന്. അപ്പോൾ ഈ കറിവേപ്പില നമുക്ക് കേട് കൂടാതെ കുറേ നാൾ ഇരിക്കണ്ടേ, അപ്പോൾ സൂക്ഷിച്ച് വെക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ട്രിക്കാണ് കേട്ടോ ഇന്ന് ഞാൻ കാണിക്കുന്നത്. ഒരാഴ്ച കൊണ്ട് ഈ കറിവേപ്പില ഫ്രിഡ്ജിൽ തന്നെ ഇരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ നോക്കുന്ന സമയത്ത് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കുന്നു. ഒരു കുഴപ്പമോ ഒരു കേടോ ഒന്നും സംഭവിച്ചിട്ടില്ല. നല്ല രീതിയിലാണ് കേട്ടോ പാക്ക് ചെയ്ത് കൊടുത്തു വിട്ടത്. പോളിത്തീൻ കവറിൽ ഒട്ടും തന്നെ എയർ കയറാതെ കൊടുത്തു വിട്ട് അതുപോലെ തന്നെ ഞാൻ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചപ്പോൾ ഒരു കുഴപ്പവും ഇല്ലായിരുന്നു കേട്ടോ. നല്ല രീതിയിൽ തന്നെ ഇരിക്കുകയും ചെയ്തു. ഞാൻ എങ്ങനെയാണ് ഈ കറിവേപ്പില സൂക്ഷിക്കുന്നത് എന്ന് കാണിച്ചു തരാം കേട്ടോ. ഞാൻ കറിവേപ്പില തോനെയും കിട്ടിയ അതുപോലെ തന്നെ നാട്ടിൽ നിന്നൊക്കെ കറിവേപ്പില കൊണ്ടുവന്നാലും ഞാൻ എങ്ങനെയാണ് സൂക്ഷിച്ച് വെക്കുക എന്നുള്ളതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. കുറേ നാൾ കേടുകൂടാതെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. നല്ല ഫ്രഷായ കറിവേപ്പില, ഒട്ടും തന്നെ കീടനാശിനിയോ ഒന്നും തളിക്കാതെ നല്ല ശുദ്ധമായ കറിവേപ്പിലയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് നമ്മൾ കറിവേപ്പില സൂക്ഷിച്ച് വെക്കുക എന്നുള്ളത്. ഈ കറിവേപ്പിലയെല്ലാം നല്ല രീതിയിൽ തന്നെ കഴുകി വൃത്തിയാക്കി ഒന്ന് വെയിൽ കൊള്ളിച്ച കറിവേപ്പിലയാണ് കേട്ടോ. അതാകുമ്പോൾ കുറേ നാൾ കേടുകൂടാതെ ഇരിക്കും. വീഡിയോ എടുക്കാൻ മറന്നു കേട്ടോ. എങ്ങനെയാണ് ഞാനിത് കഴുകിയെന്ന് വെച്ചാൽ ഒരു വലിയൊരു പാത്രം എടുത്തിട്ട് ഈ കറിവേപ്പിലയെല്ലാം ആ പാത്രത്തിനകത്ത് ഇട്ട് നിറച്ചും വെള്ളം ഒഴിച്ച് അതിനകത്ത് ഒരു അര ഗ്ലാസോളം വിനാഗിരി ഞാൻ ഒഴിച്ചിട്ട് എന്ത് ചെയ്ത് നല്ല രീതിയിൽ തന്നെ മിക്സാക്കി അത് മുക്കി വെച്ചിരുന്നു കേട്ടോ. നമ്മുടെ കറിവേപ്പില ഒരു അരമണിക്കൂറോളം മുക്കി വെച്ചതിന് ശേഷം ശുദ്ധമായ വെള്ളത്തിൽ 2-3 തട്ടം കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം വെയിലത്ത് വെച്ച് ഒന്നങ്ങ് ഉണക്കിയെടുത്തതിന് ആ വെള്ളം എല്ലാം നല്ല രീതിയിൽ തന്നെ വാർന്ന് കളഞ്ഞിട്ട് ഒരു തുണി കൊണ്ട് ഒപ്പി ആ വെള്ളം എല്ലാം നല്ല രീതിയിൽ തന്നെ കളഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് വെയിൽ കാണിച്ചെടുത്ത കറിവേപ്പിലയാണ് കേട്ടോ. പക്ഷേ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. പിന്നീടാണ് കേട്ടോ ബോധം വന്നത്, വീഡിയോ എടുത്തില്ലല്ലോ എന്ന് ഓർത്ത്. പിന്നീടാണ് ഞാൻ ഈ വീഡിയോ എല്ലാം ഷൂട്ട് ചെയ്യുന്നത്. പക്ഷേ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഞാൻ എങ്ങനെ ചെയ്തേന്നുള്ളത് ചെറുതായിട്ടൊന്ന് കാണിച്ചു തരാം. കുറച്ച് കറിവേപ്പില എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം. വിനാഗിരി വെള്ളത്തിൽ മുക്കി വെച്ചത് ഉണക്കിയെടുത്തതിന് ശേഷമാണ് കേട്ടോ ഈ ഇതളുകളെല്ലാം ഇതുപോലെ അടർത്തി ഞാൻ ഇടുന്നത് കേട്ടോ. പാത്രത്തിൽ നമുക്ക് കുപ്പികളിലൊക്കെ ആക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ അടർത്തി ഇടുന്നത് കേട്ടോ. ഇനി ഈ അടർത്തി വെച്ചിരിക്കുന്ന കറിവേപ്പില നമുക്ക് ഉടയുന്ന കുപ്പികളുണ്ടെങ്കിൽ അതാണ് കേട്ടോ ഏറ്റവും നല്ലത്. ചില്ല് കുപ്പി ഉണ്ടെങ്കിൽ ആ ഒരു ചില്ല് കുപ്പി നല്ല രീതിയിൽ തന്നെ കഴുകി വൃത്തിയാക്കി ഉണക്കി എടുത്തതാണ്. ഞാൻ ഇത് കാപ്പിപ്പൊടി ഇട്ട് വെച്ചിരുന്ന കുപ്പിയാണ് കേട്ടോ. ആ ഒരു കുപ്പി ഉണക്കി വൃത്തിയാക്കി എടുത്താണ്, വെയിൽ കൊള്ളിച്ച കുപ്പിയാണ്. ഇനി ഇതിനകത്തോട്ടാണ് നമ്മൾ കുറേശ്ശെ കറിവേപ്പില ഇട്ട് കൊടുക്കാൻ തിങ്ങി നിറഞ്ഞ് വെക്കേണ്ട കേട്ടോ. കുറച്ച് സ്പേസ് അതിനകത്ത് വേണം. ആ രീതിയിൽ വെച്ച് ഒരുപാട് കുത്തി അമുക്കിയൊന്നും വെക്കേണ്ട. കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് വേണം കേട്ടോ സൂക്ഷിക്കാൻ. ഒട്ടും തന്നെ എയർ കയറാൻ പാടില്ല. നല്ല ടൈറ്റായിട്ട് തന്നെ അടച്ച് നമ്മൾ ഇത് ഫ്രിഡ്ജിൽ തന്നെയാണ് സൂക്ഷിക്കുന്നത് കേട്ടോ. ഫ്രീസറിലൊന്നും സൂക്ഷിക്കേണ്ട, താഴെ തന്നെ സൂക്ഷിക്കാവുന്നതേ. ഇതുപോലെ ചെയ്താൽ കുറേ നാൾ കേടുകൂടാതെ ഇരിക്കും കേട്ടോ. അപ്പം ചില്ല് കുപ്പി ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പ്ലാസ്റ്റിക് കണ്ടെയ്നറിലൊക്കെ സൂക്ഷിക്കാവുന്നതേ ഉള്ളൂ. ഒരു കുഴപ്പമില്ല. ഒട്ടും തന്നെ ജലാംശം ഒന്നും കാണാൻ പാടില്ല കേട്ടോ. ഒട്ടും ഈർപ്പമൊന്നും ഇല്ലാതെ തിങ്ങിയൊന്നും വെക്കാതെ കുറച്ച് സ്പേസ് ഇട്ടിട്ട് വേണം കേട്ടോ നമ്മൾ സൂക്ഷിക്കാനായിട്ട്. അപ്പം ഞാൻ ആദ്യമല്ല ഇതുപോലുള്ള കുപ്പികളിലാണ് നിറച്ചത്. ഇത്ര ഇട്ട് കൊടുക്കുന്നുള്ളൂ, കണ്ടില്ലേ? ഇതുപോലെ മതി, ഒരുപാട് അങ്ങോട്ട് ഇടണ്ട. എന്നാലും ആവശ്യത്തിന് ഇട്ടിട്ടുണ്ട്. എന്നാലും അതിനകത്ത് സ്പേസ് ഉണ്ട്, കണ്ടില്ലേ? നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. അടിഭാഗമൊക്കെ നല്ല രീതിയിൽ തന്നെ സ്പേസ് ഉണ്ട്. ഇനി ഈ കുപ്പി നല്ല രീതിയിൽ തന്നെ അടച്ചു വെക്കുക. അടുത്തതായിട്ട് കാണിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ വിനാഗിരി വെള്ളത്തിലാണ് ഈ കറിവേപ്പിലെല്ലാം കഴുകിയെടുത്തതെന്നുള്ളത്. അപ്പോൾ ആ ഒരു വീഡിയോ ആണ് കേട്ടോ ഇനി കാണിക്കാൻ പോകുന്നത്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പോൾ ഞാൻ ഒരു ബൗളിനകത്ത് കുറച്ച് നല്ല ശുദ്ധജലം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് വിനാഗിരിയാണ് കേട്ടോ ഒഴിക്കാൻ പോകുന്നത്. ഇനി നമ്മൾ ഇതിനകത്തൊരു 2 ടേബിൾ സ്പൂണോളം വിനാഗിരിയാണ് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. 2 ടേബിൾ സ്പൂൺ വിനാഗിരിയാണ് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. തോനെയുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ വിനാഗിരി ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഇത് കുറച്ച് കറിവേപ്പിലയുടെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ 2 ടേബിൾ സ്പൂണോളം വിനാഗിരി ഈ ഒരു വെള്ളത്തിൽ ഒഴിക്കുന്നത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കറിവേപ്പില ഇതിനകത്തോട്ട് നല്ല രീതിയിൽ തന്നെ മുക്കി വെക്കണം കേട്ടോ. ഒരു അരമണിക്കൂറോളമെങ്കിലും നമ്മൾ ഇതുപോലെ മുക്കി വെക്കണം കേട്ടോ. കറിവേപ്പില എടുത്ത് ഇതുപോലെ മുക്കി വെക്കണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നല്ല രീതിയിൽ തന്നെ 2-3 ശുദ്ധമായ ജലത്തിൽ വീണ്ടും കഴുകിയെടുക്കണം. ഈ വിനാഗിരിയിൽ നിന്ന് ഈ കറിവേപ്പില എല്ലാം മാറ്റിയതിന് ശേഷം നമ്മൾ ശുദ്ധമായ ജലത്തിൽ കഴുകി വൃത്തിയാക്കി എടുക്കണം കേട്ടോ. കറിവേപ്പില അങ്ങനെ 2-3 വെള്ളത്തിൽ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നല്ല രീതിയിൽ തന്നെ ഉണക്കിയെടുക്കണം കേട്ടോ. ഒട്ടും തന്നെ വെള്ളം പാടില്ല, ഒട്ടും ജലാംശം ഇല്ലാതെ തന്നെ നമുക്കിത് ഉണക്കിയെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പം വെയിലത്ത് വെച്ച് ജസ്റ്റ് ഒന്ന് ഉണക്കിയെടുത്തിട്ട് അതിൻ്റെ ഇതളുകളെല്ലാം അടർത്തി ഇട്ടിട്ട് എടുത്തതാണ് കേട്ടോ ഇത് ഞാൻ, കണ്ടില്ലേ? അപ്പോൾ അത് ഉണക്കി നല്ല രീതിയിൽ തന്നെ എടുത്ത് ഇപ്പം വെയിലില്ലാന്നുണ്ടെങ്കിൽ ഫാനിൻ്റെ മൂട്ടിൽ നിരത്തി വെച്ചാലും മതി കേട്ടോ. ഈ അടർത്തിയിട്ട കറിവേപ്പില ഞാൻ ഒരു സിബ് ബാഗിനകത്തോട്ട് മാറ്റി കൊടുക്കാൻ പോവുകയാണ്. അതാകുമ്പോൾ ഒട്ടും തന്നെ എയർ കയറത്തില്ല. അങ്ങനെ ഒരു കവർ ഉണ്ടെങ്കിൽ അതും കൂടെ നല്ല ഒരു ഓപ്ഷനാണ് കേട്ടോ. ഇതുപോലുള്ള കവറുകൾ കിട്ടുകയാണെങ്കിൽ കളയണ്ട. അതായത് എന്ന് വെച്ചാൽ ഇതൊരു ബിസ്ക്കറ്റിൻ്റെ കവറാണ് കേട്ടോ. അത് ഞാൻ എടുത്ത് വെച്ചിരുന്നതാണ്. അകത്ത് നമുക്ക് എന്തെങ്കിലും ഇട്ട് വെച്ചാൽ ലോക്ക് ചെയ്ത് വെക്കുന്ന ഒരു കവറാണ് കേട്ടോ. കണ്ടില്ലേ, സിബ് ബാഗുള്ള ഒരു കവറാണ്. അപ്പോൾ ഇതിനകത്തോട്ട് നമുക്ക് ആക്കി കൊടുത്തിട്ട് ആ മുകൾ ഭാഗം ഒന്നങ്ങ് ടൈറ്റാക്കി കൊടുത്താൽ നല്ല ടൈറ്റായിട്ട് തന്നെ ഇരിക്കും. ഒട്ടും തന്നെ എയറും കയറില്ല. ഇതുപോലെ ഒരു സിബ് ബാഗ് ഉള്ളതാണ്, കണ്ടില്ലേ? അപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് ഈ ഒരു കറിവേപ്പില ചെയ്ത് കൊടുക്കാം.
കറിവേപ്പില നമ്മൾ എന്തിൽ ഫില്ല് ചെയ്ത് കൊടുത്താലും ഒരുപാട് അങ്ങ് തിങ്ങി നിറയ്ക്കരുത് കേട്ടോ. കുറച്ച് സ്പേസൊക്കെ ഇട്ട് കൊടുത്തിട്ട് വേണം നമ്മൾ കറിവേപ്പില ഇടാൻ. അല്ലെങ്കിൽ തന്നെ അതങ്ങ് പെട്ടെന്ന് ചീത്തയായി ഇപ്പോൾ ഒരു വാടിയിട്ട് ഒരുമാതിരി കളറ് മാറി ഒരു ഈർപ്പമൊക്കെ കയറിയിട്ട് ഒരുമാതിരി ആയിപ്പോൾ. അതുകൊണ്ട് എപ്പോഴും നമ്മൾ കറിവേപ്പില സൂക്ഷിച്ചാലും കുറേശ്ശേ ഇട്ട് കൊടുക്കാവുള്ളൂ, അല്ലാതെ ഒരുപാടങ്ങ് തിങ്ങി നിറയ്ക്കരുതേ. അപ്പോൾ കുറച്ച് സ്പേസ് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി ഞാൻ ഇത് ലോക്ക് ചെയ്ത് വെക്കുകയാണ്. നല്ല രീതിയിൽ തന്നെ ഇതങ്ങ് ലോക്ക് ചെയ്താക്കി വെക്കാം. ഇത് നമുക്ക് വേണമെങ്കിൽ ഫ്രീസറിലും സൂക്ഷിക്കാം കേട്ടോ. ഞാൻ എല്ലാം താഴെ തന്നെയാണ് സ്റ്റോർ ചെയ്യുന്നത്, ഫ്രീസറിലൊന്നും തന്നെ സൂക്ഷിക്കാറില്ല. എത്ര നാൾ വേണമെങ്കിലും കേടുകൂടാതിരിക്കും. കണ്ടില്ലേ, ഇതങ്ങ് ലോക്കായിട്ടുണ്ട്. ഇതിപ്പോൾ ലോക്ക് അടിക്കണമെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ തന്നെ തുറന്നാൽ മാത്രമേ ഇത് ലോക്ക് ആവത്തുള്ളൂ. അപ്പോൾ ഒട്ടും തന്നെ എയർ കയറില്ല. അപ്പോൾ ഇങ്ങനെ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ഇതുപോലത്തുള്ള കവറുകളൊന്നും കളയേണ്ട കേട്ടോ. ഇതുപോലെയുള്ള ഐറ്റംസൊക്കെ നമുക്ക് ഇട്ട് വെക്കാവുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് ബാക്കിയുള്ളതെല്ലാം കൂടെ ബാക്കിയുള്ള ടിന്നിലും കവറിലൊക്കെ ആക്കിയിട്ട് വെക്കാം. ഇനി അടുത്തതായിട്ട് ഇതുപോലെയുള്ള ഒരു പോളിത്തീൻ കവർ എടുത്തിട്ട് അതിനകത്താണ് കേട്ടോ ഫില്ല് ചെയ്തിട്ട് കെട്ടി വെക്കുന്നത്. റബ്ബർ ഉണ്ടെങ്കിൽ റബ്ബർ ഇട്ട് ടൈറ്റ് ചെയ്ത് കെട്ടി വെച്ചാലും മതി കേട്ടോ. എൻ്റെ കയ്യിൽ റബ്ബർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അല്ലാതെ തന്നെ കെട്ടിയിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതിനകത്തോട്ടും കൂടി നിറച്ച് കൊടുക്കാം. അങ്ങനെ നമ്മളിതാ പോളിത്തീൻ കവറിൽ ഫില്ല് ചെയ്തിട്ട് ഇനി നല്ല രീതിയിൽ തന്നെ കെട്ടിയാണ് കേട്ടോ ഇടുന്നത്. റബ്ബർ ഉണ്ടെങ്കിൽ പിടിച്ചിട്ട് നമ്മൾ റബ്ബർ ഇട്ട് കൊടുത്താലും നല്ലതായിരിക്കും. അപ്പോൾ റബ്ബർ ഇല്ലെങ്കിൽ നല്ലതുപോലെ കെട്ടിയിട്ടണം കേട്ടോ. എയർ കയറാതെ നല്ലതുപോലെ ടൈറ്റാക്കി കെട്ടി കൊടുത്താലും മതി. അപ്പോൾ ഞാൻ കെട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത്. റബ്ബർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ കെട്ടിയോണ്ട് ചിലപ്പോൾ എയർ കയറാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ഇതുപോലൊരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിലാണ് കേട്ടോ ഇറക്കി സുരക്ഷിതമായിട്ട് വെക്കുന്നത്. അപ്പോൾ നല്ല ടൈറ്റുള്ള അടപ്പും കൂടെ ആയതുകൊണ്ട് ആ പ്ലാസ്റ്റിക് കണ്ടെയ്നറിൽ ഒട്ടും തന്നെ എയർ കയറാം. ഇനി ഞാൻ ഇത് അടച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെയാണ് കേട്ടോ 2-3 പോളിത്തീൻ കവറിലാക്കിയിട്ട് ഇതുപോലൊരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിലാണ് കേട്ടോ അടച്ച് വെച്ച് ഞാൻ സൂക്ഷിക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഇതുപോലെ ആക്കി എടുക്കാം. ഇതുപോലുള്ള പ്ലാസ്റ്റിക് കണ്ടെയ്നറിൽ ഇറക്കി വയ്ക്കുന്നതൊക്കെ ആദ്യം തന്നെ യൂസ് ചെയ്യും കേട്ടോ. കുപ്പിയിലാക്കി വയ്ക്കുന്നതൊക്കെ ഞാൻ ലാസ്റ്റ് എടുക്കത്തുള്ളൂ. കുറേ നാൾ ഇരിക്കും കേട്ടോ കേടുകൂടാതെ. അപ്പോൾ ഇതുപോലെയൊക്കെ ആക്കി വെച്ചാൽ നമുക്ക് ഒരുപാട് നാൾ നല്ല കേടുകൂടാതെ നല്ല ഫ്രഷ് കറിവേപ്പില യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ഞാൻ നാട്ടിൽ നിന്ന് കറിവേപ്പില കൊണ്ടുവരുമ്പോൾ സൂക്ഷിക്കാറുള്ളത്. ബാക്കിയുള്ളത് കൊണ്ട് നമുക്ക് കണ്ടെയ്നറിലോട്ടൊക്കെ ആക്കി വെക്കാം. നമ്മൾ മലയാളികൾക്ക് എന്ത് കറി വെച്ചാലും കറിവേപ്പില വേണം. അത് നമ്മുടെ എല്ലാവരുടെ ഹൈലൈറ്റ് ആണല്ലേ. നമ്മുടെ കറിവേപ്പില എന്ന് പറയുന്നത് നല്ല മണമാണ് ഏത് കറി വെച്ചാലും. അപ്പോൾ നമ്മൾ ഒരുപാട് കറിവേപ്പിലേക്ക് ഇതുപോലെ കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇങ്ങനെ തന്നെ സൂക്ഷിക്കണം കേട്ടോ. ഒരുപാട് നാൾ കേടുകൂടാതെ ഇരിക്കും. വിനാഗിരിയിൽ സൂക്ഷിക്കൽ ഒരു 6 മാസത്തെ കൂടുതലൊക്കെ കേടുകൂടാതെയൊക്കെ ഇരിക്കും കേട്ടോ കറിവേപ്പില. നമ്മൾ എല്ലാത്തിനും നമ്മൾ കറിവേപ്പില എടുക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ കറിവേപ്പില പെട്ടെന്ന് തീരുകയും ചെയ്യും. ഇത്രയും കണ്ടെയ്നറിലാക്കി ഞാൻ വെച്ചിട്ടുണ്ട്. നമ്മുടെ കറിവേപ്പില എല്ലാം കണ്ടില്ലേ. ഇതുപോലെ സിബ് ബാഗ് ഉണ്ടെങ്കിൽ ആ ഒരു ബാഗിനകത്ത് നിറയ്ക്കാം. ബാക്കിയുള്ളത് കണ്ടെയ്നറിൽ പിന്നെ കുപ്പിയിലൊക്കെ ആക്കി നിറച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ പോളിത്തീൻ കവറിൽ ഇട്ടതെല്ലാം ഞാൻ ആദ്യം തന്നെ യൂസ് ചെയ്യും കേട്ടോ. ബാക്കിയുള്ളതൊക്കെ പിന്നീട് എടുക്കത്തുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിചാരിക്കും. നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഇൻഷാ അല്ലാഹ് ഇതുപോലുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.